നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കോമഡി മാസ്റ്റർ. അമൃത TV ന്യൂസ് ഉണ്ട്, അത് തുടങ്ങുമ്പോ അവിടെ പോകുന്നത് ഇതിന്റെ ഇടയ്ക്കൊന്നും ഇത് വായിക്കാതെ എന്താ സംഭവം? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ചോക്കോ പറഞ്ഞിരുന്നു. കോട്ടും കൂടെ വേണമായിരുന്നു. പ്രമാണി എന്റെ മനസ്സിൽ പിന്നെ എനിക്കൊരു ഐഡിയ വന്നു. ഇപ്പൊ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ വേദി ഒരു റിപ്പോർട്ടിംഗ് ചാനലാണ്. ഇറ്റ്സ് എ ന്യൂസ് ചാനൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരൊക്കെ റിപ്പോർട്ടേഴ്സ് ആണ്. ഇവർക്ക് ഓരോ വിഷയങ്ങൾ കൊടുക്കാറ്. ഇന്ന് തലസ്ഥാനത്ത് നടന്ന അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഈ ഒരു നാട്ടിൽ നടന്ന, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു വിഷയങ്ങൾ നമ്മൾ അങ്ങ് കൊടുക്കുന്നു. അതിനനുസരിച്ച് ഇവരെങ്ങനെ രസകരമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ചെറിയൊരു ടാസ്ക്. നമുക്ക് ഡൈനിന്ന് തുടങ്ങാം. ശരി, അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാം. ആർക്കാ റിപ്പോർട്ട് ചെയ്യുന്നത്? റീഡർ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എങ്ങനെ അമൃത ടിവിക്ക് വേണ്ടി, അതായത് കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് കഴക്കൂട്ടം ഇല്ലേ, നമ്മുടെ കഴക്കൂട്ടം വാഴപ്പഴം കഴിച്ച് ഒരാള് ഫിറ്റായി. അതാണ് പഴം കഴിച്ചിട്ട് ഫിറ്റായോ? ഒരു രസകരമായ ഒരു ടോപ്പിക്. അതെവിടെയാ അന്വേഷിച്ച് കൊലയിലുണ്ടായ പഴം? അല്ല, അതാണല്ലോ സംഭവം. അതായത് എപ്പോഴെങ്കിലും ഒരു സാധനം സ്ഥിരം നടക്കാത്തൊരു കാര്യം നടക്കുമ്പോഴാണല്ലോ അത് ഒരു ഇതെന്താന്നുള്ളൊരു സംഭവം. അപ്പൊ കഴക്കൂട്ടത്താണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത്. പഴം കഴിച്ച് ഒരാള് ഫിറ്റ് ആയിരിക്കാണ്. എനിക്കൊരു ഏജൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ശരി ശരി, നല്ലൊരു കൈ കൊടുക്കാം. യെസ്, കഴക്കൂട്ടത്താണ് ഹെഡ്ലൈൻ. കഴക്കൂട്ടത്ത് പഴം കഴിച്ച ഒരാൾ ഫിറ്റായി. നമസ്കാരം, അമൃത ടിവിയുടെ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ജനമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ കഴക്കൂട്ടത്ത് നടന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിത്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് യുവാവ് വാഴപ്പഴം കഴിച്ച് ഫിറ്റായിരിക്കുന്നു. ശരിക്കും ജനങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. യുവാവിനെ ഉടൻ തന്നെ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അതായത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനലാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയാൻ. ഇങ്ങനെയൊക്കെ പോയി നോക്കണം. പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ട്രൂത്ത് ഓർ ഡെയർ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചതിന് ശേഷം അടുത്ത വീട്ടിലെ വാഴത്തോട്ടിലേക്ക് ചാടി ഇറങ്ങി പഴം മോഷ്ടിച്ച് കഴിക്കുക എന്നൊരു ഡെയറാണ് കിട്ടിയിരിക്കുന്നത് അറിയാൻ സാധിച്ചത്. ഇതിന് പിന്നെ ഒരു ബാക്ക് സ്റ്റോറിയാണ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ശരിക്കുമുള്ള വാഴത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ സ്വന്തം ഭാര്യയെ പേടിച്ച് വർഷങ്ങളായിട്ട് വാഴത്തോട്ടത്തിൽ മദ്യക്കുപ്പികൾ ഒളിപ്പിച്ച് സൂക്ഷിക്കുകയായിരുന്നു. മദ്യക്കുപ്പികളിൽ നിന്ന് മദ്യം ലീക്കായി അത് വാഴയിലൂടെ വാഴക്കുലയിലേക്ക് എത്തി ആ വാഴപ്പഴം ഭക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ യുവാവിന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദുർഘടകമായ ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് യുവാവിന്റെ. ഇതിനെപ്പറ്റി എന്താണ് നാട്ടുകാർ, സമൂഹത്തിലുള്ള ആൾക്കാർ എന്താണ് ഇതിനെപ്പറ്റി ഉന്നയിക്കുന്ന ഒരു ആശയം? അതായത് ഈ വാഴപ്പഴം വെബ്കോ വഴി ഇനി മറ്റ് മദ്യപാന ശീലമാക്കിയിരിക്കുന്ന യുവാക്കളിലേക്കും ചേട്ടന്മാരിലേക്കും പ്രത്യേകിച്ചും സിനിമാ ലോകത്തിലെ ആൾക്കാർ വരെ ഇതിലെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരം നോവി മാർക്കോസ് വരെ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാർ ഇപ്പോ വാർത്തയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് അറിയാൻ സാധിച്ചിരിക്കുകയാണ്. പറയൂ സാർ, എന്താണ് സാർ പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഒരു പഴം ഇറങ്ങിയതായിട്ട് അറിഞ്ഞു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പഴം ടെസ്റ്റ് ചെയ്യുക, അതാണ് എന്റെ ആഗ്രഹം. ചേട്ടന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, പഴം കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന് ഏറ്റവും വലിയ മെയിൻ ആയിട്ട് കാരണം അച്ചാർ വാങ്ങിക്കണ്ട, വെള്ളം വാങ്ങിക്കണ്ട, കോട വാങ്ങിക്കണ്ട, ഗ്ലാസ് വേണ്ട, ഒളിച്ചിരിക്കണ്ട, ഇവിടെ ഒന്നും തൊലിച്ചു തിന്ന. പിന്നെ പഴം അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരു സംഭവം. പിന്നെ വിദേശത്തേക്ക് കയറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന് വരുമാന മാർഗമാക്കി നമുക്ക് മാറ്റിക്കൂടെ. ബിസിനസ് ഐഡിയ ആയിട്ട് കൂടി അദ്ദേഹം ഇതിനെ കാണുന്നു. അപ്പോൾ തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ക്യാമറമാൻ നോവി മാർക്കോസിനോടൊപ്പം ഡയാന. അടുത്ത നമുക്ക് ആർക്ക് കൊടുക്കണം? നമുക്ക് നേരെ ഇവിടുന്ന് നേരെ ഇവിടെ അല്ല, എന്താ അറിയോ, ഈ തിരുവനന്തപുരത്തിന്റെ ഒരു വാർത്ത കേട്ടില്ലേ? കാസർഗോഡത്തെ കേൾക്കാൻ അഖിലുള്ളത് നെടുമങ്ങാട് തലച്ചോറില്ലാത്ത ഒരാളെ കണ്ടു. അതായത് ബ്രെയിൻലെസ് ആയിട്ടുള്ള ഒരാളെ അഖിലേട്ടനെ കണ്ടോ? അതെ. സംഭവം ഞാൻ നെടുമങ്ങാട് പഴകുറ്റിയിലാണ് ഉള്ളത് എലിന. ഈ സംഭവം നമ്മൾ അന്വേഷിച്ചത് വളരെ കറക്റ്റ് തന്നെ. നെടുമങ്ങാട് അതായത് വൈകുന്നേരം ചായയുടെ കൂടെ തലച്ചോറ് എന്ന സ്വഭാവമുള്ള ഒരാളുണ്ടായിരുന്നു നമ്മുടെ നെടുമങ്ങാട് പഴകുറ്റിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇന്ന് വൈകുന്നേരം 4 മണിയായപ്പോൾ പുള്ളി ഇതുപോലെ തലച്ചോറ് ഇല്ലാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരു പുള്ളിയുടെ തലച്ചോറ് തപ്പിയപ്പോഴാണ് അവിടെ തലച്ചോറില്ല.
ഇത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് ഈ പുള്ളി അവിടെ കിടന്ന് അലയുന്നുണ്ട്. സത്യത്തിൽ ഈ തലച്ചോറില്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ തന്നെ വളരെ ഇതാണ്. സത്യത്തിൽ നമ്മുടെ ഇത് നാട്ടുകാരോട് ഇതിന് ചോദിച്ചറിയണം. ഇത് നമ്മുടെ ഇവിടെ അല്ലല്ല ഇവിടെ പാത്രക്കടയിൽ ജോലി ചെയ്തൊരു ചേച്ചിയുണ്ട്. ഇത് കേട്ടപ്പോ എന്ത് തോന്നി? ഈ തലച്ചോറില്ലാത്ത ഒരാളിനെ ഇവിടെ കണ്ടെന്ന് തോന്നിയപ്പോഴേ? എനിക്കൊന്നും തോന്നിയില്ല. എന്റെ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. അല്ല, എന്നാലും ഈ നാട്ടിൽ തലച്ചോറില്ലാത്ത ഒരാളെന്ന് പറയുമ്പോ അത് എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഞാനിങ്ങനെ നോക്കിക്കാണും. നോക്കിക്കാണാം. അഖിലേ, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ തലച്ചോറില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും നാൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതാണ് എനിക്ക്. അതാണ് ഇത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള സംഭവം. ഈ തലച്ചോറില്ലാത്ത മനുഷ്യൻ എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്ന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ശരി, അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ക്യാമറമാൻ ശ്രീവിദ്യ മുല്ലശ്ശേരിക്കൊപ്പം കുട്ടി. അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ശ്രീവിദ്യ. വാ. ഞാൻ സംസാരിക്കാൻ വന്നപ്പോ നിനക്ക് സംസാരിക്കാൻ വയ്യ. ഞാൻ രക്ഷിച്ചതാ, അല്ലെങ്കിൽ ഞാൻ തേടനെ തെറ്റിച്ചാനെ. ഞാൻ എല്ലാരും എങ്ങനെയാ. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അതാ കോമഡി മാസ്റ്റേഴ്സിന്റെ ന്യൂസ് ചാനലിൽ ലഭിച്ചിരിക്കുകയാണ്. പൂവൻ കോഴി മൊട്ടയിട്ടിരിക്കുന്നു. റിപ്പോർട്ടുമായിട്ട് നമുക്ക് എത്താം. ശ്രീവിദ്യ കേൾക്കുന്നുണ്ടോ? ശ്രീവിദ്യ, എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? പൂവൻ കോഴി മൊട്ടയിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് സത്യമാണോ? അതെ എലീന, ഞാനും ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഞാനും സത്യത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതെ, ആ മുട്ടയുടെ ദൃശ്യങ്ങൾ ആദ്യം പകർത്തുന്നത് നമ്മുടെ ചാനലിലാണ്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർ മുഴുവൻ തടിച്ചു കൂടിയിരിക്കുകയാണ്. എന്തിനിട്ടു, എവിടെ വെച്ചിട്ടു, എങ്ങനെ ഇട്ടു, എന്തിലൂടെ ഇട്ടു എന്ന് ഇപ്പൊ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം അത് അറിയാം. ഇപ്പം സാധാരണ ഇടുന്ന മുട്ട വെള്ള കളറിലാണല്ലോ ഉണ്ടാവുക. പക്ഷെ ഇതൊരു മഞ്ഞ കളറിലാണ് ഈ മുട്ട പുറത്തു വന്നിരിക്കുന്നത്. അല്ലല്ല, ഒരു ഡാർക്ക് മഞ്ഞ കളറിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പൂവൻ കോഴി ആരിലൂടെ ഇത് ഉണ്ടാക്കി എന്നുള്ളതും നമ്മള് ഇതിന്റെ പെടയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഈ നാട്ടിൻപുറത്തുള്ള ഈ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കോഴികളെയും സംഭവ സ്ഥലത്ത് കാസർഗോഡുള്ള പൂവൻ കോഴിയാണ് സ്ഥിരീകരിച്ചോ? അതെ, ഇത് കാസർഗോഡ് ഒളിയത്തെടുക്കാന്നുള്ള സ്ഥലത്തുള്ള ഒരു പൂവൻ കോഴിയാണ്. അപ്പം ഒളിയത്തെടുക്കയിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പെടേനെയും നാട്ടുകാരോട് ഇതിനെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഓക്കെ, ഒരു അലമ്പ് നാട്ടുകാരൻ ഇവിടെ നിൽപ്പുണ്ട്. 1 മിനിറ്റ് ചോദിച്ചോക്കട്ടെ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ, ഫോളോ ബാക്ക് ചെയ്യാം. ഫോൺ നമ്പർ തരണേ. മെസ്സേജും വിടാം. ചേട്ടൻ ഈ ഒരു സംഭവ സ്ഥലത്ത് ഇത് കേട്ടറിഞ്ഞു വന്ന ആളാണോ? എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്നാണ്? ഞാനിത് പോയപ്പോ ചേച്ചി കണ്ടിട്ട് അറിയതാ. ഞാൻ ഈ ഫോട്ടോ കൊളാബിട്ട് മാറ്റാൻ പറ്റും. ഇത് കൊളാബിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഈ ഫോട്ടോ കൊളാബിട്ട പോളാ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കർണാടക അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ ഈ മുട്ടയിൽ കേരള പോലീസിനും കർണാടക പോലീസിനും അവകാശമുണ്ട് എന്നതിൽ ഒരു അവകാശ തർക്കം കൂടെ നിലനിൽക്കെ ഈ ഒരു മുട്ടയുടെ അങ്ങനെയാണെങ്കിൽ ഈ മുട്ട കർണാടകയ്ക്കും പിന്നെ കേരളത്തിനും ആവശ്യമാണല്ലോ. അപ്പൊ ഡബിൾ ആക്കണം. ശരി ശ്രീവിദ്യ, അപ്പൊ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ഉടൻ തന്നെ അറിയിക്കണം. അറിയാലോ, നമ്മുടെ ചാനലാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മുട്ടയുടെ ദൃശ്യവും പൂവന്റെ ദൃശ്യവും പൂവന്റെ പെടയുടെ ദൃശ്യവും നമ്മുടെ ചാനലിലാണ് ആദ്യം റിപ്പോർട്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിലനിർത്തി വെക്കുകയാണ്. ക്യാമറാമാൻ കുട്ടിയകളുടെ കൂടെ റിപ്പോർട്ടർ ശ്രീവിദ്യ കൂടെയാണോ? ഹലോ, വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ജോലിയുടെ കാര്യമല്ലേ. അതാ വെഞ്ഞാറമൂട് നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കോമഡി മാസ്റ്റേഴ്സിന് ഈ ന്യൂസ് ചാനലിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തത്സമയം നമ്മളോടൊപ്പം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതാ മിസ്റ്റർ നോബി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നോബി കേൾക്കുന്നുണ്ട്, പക്ഷെ മൈക്കില്ല. നോബി ക്യാമറയിലേക്ക് വരേണ്ടതാണ്. വ്യാഴാഴ്ച ദിവസമായി ഇന്ന് ഒരു അന്യഗ്രഹ ജീവി വെഞ്ഞാറമൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയാനകമായ ഒരു വാർത്ത. ഒരുപാട് കുട്ടികൾ ഇത് കണ്ട് ഭയന്നു. നെടുമങ്ങാട്ട് നിന്ന് വന്ന മുതുവള ബസ്സിലാണ് ഈ അന്യഗ്രഹ ജീവി വന്ന് വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ ഇറങ്ങിയത്. എന്നിട്ട് നേരെ ബിവറേജിനെ ലക്ഷ്യം വെച്ച് ഈ അന്യഗ്രഹ ജീവി പോകുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. പല കുളിക്കടവിലും പല മേളിലും ഈ അന്യഗ്രഹ ജീവി ഇരിക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. നമുക്ക് കുളിക്കടവിൽ നിന്ന് ശാന്ത ചേച്ചോട് ചോദിക്കാം, എപ്പോഴാണ് ഈ അന്യഗ്രഹ ജീവി കുളിക്കടവിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ ക്യാമറ കൊണ്ടുവരാ? സാരമില്ല, പിന്നെ തുണി എഴുതിക്കൊണ്ടിരിക്കുന്ന പിന്നെ സുന്ദു ചേച്ചി എവിടെ വെച്ചാണ് ഈ അന്യഗ്രഹ ജീവി കണ്ടത്? ചേച്ചി പറ, കൈതേരടയിൽ വെച്ചാണോ? അതല്ല, ഞാൻ കണ്ടപ്പോ ആ അന്യഗ്രഹ ജീവി ഒരു മെറൂൺ ഷർട്ടില് ഫ്ലോറൽ ഡിസൈനുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടത്. ആണല്ലേ? പക്ഷെ ഞാൻ കണ്ടപ്പോ ഷർട്ട് ഇല്ലായിരുന്നു. ആണല്ലേ? ഇതൊക്കെ കണ്ടപ്പോ ഷർട്ടില് ഒരാൾ കണ്ടപ്പോ മെറൂൺ ഷർട്ടാണ്. ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കിട്ടിയിരിക്കുകയാണ്. പെരുപ്പങ്കോട് കൊളക്കടവിൽ നിന്നും ഈ അന്യഗ്രഹ ജീവിയുടെ ആധാർ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഒരു ഞെട്ടിക്കുന്ന, അത് നമ്മുടെ ചാനലിൽ ആദ്യമാണ്. മനോജേ, ആധാറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് അഖിൽ.
അഖിൽ. നായർ ആ. വയസ്സ് 34. അഖിൽ നായർ 34 അന്യഗ്രഹ ജീവിയെ ഇന്ന് മഞ്ചാടി പൊട്ടി വെച്ച് ആൾക്കാർ പിടിച്ച് തെങ്ങിക്കെട്ടിയിരിക്കുന്നു. ഒരു വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ചാനലിന് വേണ്ടിയിട്ട് ക്യാമറമാൻ രതീഷ് ഗിന്നസിനോടൊപ്പം ഈച്ചവലിയ അനുഗ്രഹ ജീവി വായോ. നല്ലായിരുന്നു ഗംഭീരമായിരുന്നു. തുണിയെടുത്ത് തലയാണിട്ട് Correct അതുപോലെ. കുളിച്ചോണ്ടിരിക്കുന്നത് ക്യാമറ അതാണ് കുളിക്കുമ്പോ ആരെങ്കിലും വരാറുണ്ടോ അങ്ങനെ? അവിടെ ബ്ലർ ചെയ്ത് കാണിച്ചല്ലോ ചേച്ചി. Alright, അപ്പൊ എന്തായാലും നമുക്കേ ഇങ്ങനെ ചിരിച്ചൊരു കാര്യമില്ല. ഇനി ചിരിക്കാനുള്ള എത്ര സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. അതെ, ടീം ഡയന ടീം. ആ നോബിച്ചേട്ടൻ ഇങ്ങോട്ട് വരാം. കുരുങ്ങല്ല ഇവിടെ കിടന്നു. ഓക്കെ ടീം അറ്റൻഷൻ. പറഞ്ഞോ ഇന്ന് ആരുടെ ടീമാണ് മുന്നോട്ട് കേക്കറ ഞങ്ങൾ ഒരു ചെറിയ നമ്മളെന്തായാലും റിപ്പോർട്ടർ തുടങ്ങിയല്ലോ. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ അറിയിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ എന്താണ് പണ്ട് ഏറ്റവും കൂടുതൽ പത്രമായിരുന്നു. അപ്പൊ പത്രം അടിക്കുന്ന എവിടെയാണ്? പ്രസ്സിലാണ്. പഴയ പ്രസ്സിലേക്ക് പോകണോ? ഒരു പ്രസ്സിൽ കിടക്കുന്ന രസകരമാണ്. അയ്യോ സോറി, റെയിൽവേ സ്റ്റേഷൻ എന്നല്ല പറഞ്ഞ ഇത് ആരുടേത്? അല്ല, പഴഞ്ചനായപ്പോ ഞാൻ പെട്ടെന്നൊന്ന് ട്രെയിൻ ആയി പോയതാണ്. എന്റെ ദൈവമേ, ഒരു അച്ചടിശാല തുടങ്ങിയാൽ വെച്ചടി കയറ്റമാണെന്നും പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പൊ കാറ്ററിംഗുകാരുടെ പോയി പച്ചടി വിളമ്പിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്താണ് ദൈവമേ ഇതിനകത്തുനിന്ന് ഒരു കരകയറ്റം ഉണ്ടാകുന്നത്? വന്നല്ലോ കൃത്യസമയത്ത്. നീ ദിവസവും താമസിച്ചാണ് വരുന്നത്. ദിവസവും താമസിച്ചു. ആശാൻ ഒരുപാട് കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയരുത്. എന്ത്? രാവിലെ കോഴി കൂമ്പ് എണീക്കുന്ന ഞാൻ വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അറിയാമോ? പിന്നെ ഭയങ്കര ജോലിയാണ്. ഒരു ദിവസമെങ്കിലും നേരത്തെ വന്നാൽ എന്താടാ? ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാനാണ് നിന്റെ ശ്രമം. ആ വൈദ്യരുടെ നോട്ടീസ് റെഡി ആയി കൊടുത്തായിരുന്നു. റെഡിയാക്കി ഇന്നലെ ഞാൻ അടിച്ചു വെച്ചിട്ട് രാത്രിയാ പോയത്. ആണോ? ഇതെങ്കിലും കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ? എന്താണ് വൈദ്യരുടെ നോട്ടീസിൽ അടിക്കാൻ ഞാൻ തന്നത്? കവിളത്തെ മറുകിനെ സമീപിക്കുക. നീ എന്തോ എഴുതി വെച്ചേക്കുന്നത്? കവിളത്തെ മറുകിനെ സമീപിക്കുക. അങ്ങനെയാണോ നീ അച്ചടിച്ച് വെച്ചേക്കുന്നത്? കോവളത്തെ മറുതയ്ക്ക് സമീപിക്കുക. ഇനി വന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് ഒന്നുകളഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇത് പൂട്ടിയാൽ അതുങ്ങൾ പട്ടിണിയാകും. മനസ്സിലായോ? ആശാൻ പേടിക്കണ്ട ആശാനെ. എന്ത്? വാകേറിയത് ദൈവമാണെങ്കിൽ ബാക്കിയുള്ളത് നാട്ടുകാർ വന്ന് വലിച്ചു കയറിക്കോളും. ഈ മാതിരി പ്രവൃത്തിയാണെങ്കിൽ നിന്റെ ഇതെന്തിന്റെയാ? പറഞ്ഞുതരാടാ, എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, മാത്തൻ. അവന്റെ കല്യാണം ഫിക്സ് ചെയ്തത് മുതല് നീ എന്റെ വീടിന്റെ തിണ്ണ കയറി നിറങ്ങുമല്ലോടാ. കാർഡ് പ്രിന്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട്. അതിനെന്താണ് കുഴപ്പം? കൃത്യസമയത്ത് കല്യാണക്കുറി ഞാൻ പ്രിന്റ് ചെയ്ത് തന്നില്ലേ? കല്യാണക്കുറി പ്രിന്റ് ചെയ്ത നീ എന്തുവാ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ? എന്താണ് കുഴപ്പം? മാത്തൻ വിത്ത് കല എന്ന് എഴുതാൻ പറഞ്ഞോ ഞാൻ? താൻ എന്തുവാണോ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ? ഞാനെന്താ പ്രിന്റ് ചെയ്ത്? മാത്തൻ വിത്തുകാള. എന്നാടോ എന്റെ മോൻ തനിക്ക് വിത്തുകാളയായത്? ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. അടുത്ത മിസ്റ്റേക്ക് പറ. എന്റെ പേരെന്താടാ? റബേക്ക. എന്തോന്നാ അതിൽ അച്ചടിച്ചു വെച്ചേക്കുന്നത്? റബറുങ്കായല്ലടാ, ഒട്ടുപാലി. കാല നിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞല്ലോ. കഴിയേ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ വേറെ കുറി അടിച്ചു തരാം. വേണ്ട. എന്റെ കെട്ടിയോന്റെ പേരെന്താടാ? തരകം മുതലാളി. ഇത് ആർക്കാണ് ഇവിടെ അറിയാൻ വയ്യാത്ത? എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാലോ. നീ എന്തോന്ന് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്? തൊരപ്പം മുതലാളി. എനിക്ക് നാട്ടിലും വീട്ടിലും ഇറങ്ങി നടക്കാൻ പറ്റാതായി. ഞാനെന്തോ ചെണ്ടയാണോ ഇങ്ങനെ ഇട്ടടിക്കാൻ? നീ ചെണ്ടയിലടാ, നിന്നെ നിർത്തി കത്തിക്കൂടാ ഞാൻ. അലവലാതി. അയ്യോ കഴിഞ്ഞല്ലോ, സമാധാനമായി. കഴിഞ്ഞിട്ടില്ല. നിനക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടോ? കഴിഞ്ഞിട്ടില്ല. എന്റെ മകന്റെ കല്യാണം കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ന് പ്രിന്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത്? അതെ. കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിന് പകരം നീ എന്താ എഴുതി വെച്ചതെന്ന് നിനക്കറിയാവോ? വേണ്ട പറയണ്ട, എനിക്കറിയാം. അറിയാം. അപ്പൊ നിനക്കറിയാം. നിന്നെ അറിയിച്ചേരാടാ ഞാൻ. നിന്നെ അറിയിച്ചേരാം. അല്ല, ഒരു കബഡി ടീം ജേഴ്സി വേണോന്നും പറഞ്ഞ് എന്റെ ജ്വല്ലറി വന്നിരുന്നു. എന്നിട്ട് ആമ്പിള്ളേരുടെ ബനിയത്തുമ്മേ നീ എന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്? എന്തുവാ നീ എഴുതിയത്? എന്റെ ജ്വല്ലറിയുടെ പരസ്യം എഴുതാൻ പറഞ്ഞോ? ഞാൻ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. എന്താ എഴുതിയത്? ജുവലേഴ്സ് കൂത്താട്ടുകുളം. കൃത്യമായിട്ട് ഞാൻ അച്ചടിച്ചിട്ടുണ്ടല്ലോ. അത് ബനിയത്തുമ്മ നീ എഴുതി. നിക്കറിന്റെ മുമ്പിൽ നീ എന്തോ എഴുതി? ഒരു പണത്തൂക്കം മുൻപിൽ. നിക്കറിന്റെ മുമ്പിൽ എഴുതാവോ? അത് ബനിയന് സ്ഥലമില്ലാത്തോണ്ടാണ് നിക്കറെല്ലാം അടിച്ചത്. സ്ഥലം ഉണ്ടാക്കി തരാടാ. നിനക്ക് ഞാൻ പള്ളിപ്പറമ്പിൽ സ്ഥലം ഉണ്ടാക്കി തരാം. നിന്നെയും കത്തിക്കും, നിന്റെ കൂട്ടുകാരനെയും കത്തിക്കും, ഈ പ്രസ്സും ഞാൻ കത്തിക്കും. കാണിച്ചു തരാടാ. അലവലാതി.
ആ നിക്കറൊക്കെ തിരിച്ചിട്ടാ പോരെ, ആ പ്രശ്നം തിരുത്തില്ലേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നീ കാണിച്ച കൂടെ പ്രവൃത്തി കാരണം ഞാനാണ് ഇവിടെ തല്ലു മേടിക്കുന്നത്. എന്റെ കുഴപ്പമൊന്നുമല്ല, അത് ഈ ആക്രി മെഷീൻ മാറ്റി വിടുന്നു. ആക്രി മെഷീനോ? എന്റെ അപ്പൂപ്പന്റെ മെഷീനാണ്. നീ അതിനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ, കൊന്നുകളയും പന്നി നിന്നെ ഞാൻ. അപ്പൂപ്പന്റെ തേങ്ങ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. മനസ്സിലായോ? ബാഗ് ഇവിടെ വെക്കണേ കുഴപ്പമില്ലല്ലോ. എന്താ ചോദിച്ചേ? എന്നെ മനസ്സിലായോന്ന്? പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ദുൽഖർ സൽമാൻ അല്ലേ വന്ന് നിൽക്കുന്നേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാണോ? എടോ, ഞാൻ ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്ക് ഓഫ് ബറോട്ട. ബാങ്ക് ഓഫ് പൊറോട്ടയാ? അതെ അതെ. എങ്കിൽ രണ്ടെണ്ണം കിട്ടിയ കൊള്ളായിരുന്നു. എന്താണ് പൊറോട്ട? ബാങ്കിൽ നിന്ന് വരെയാണ് ഞാൻ. ഓ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലായി. ബാങ്കിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി. കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? കാപ്പി. ഞാൻ ഹാപ്പിയാണ് സാർ, ഞാൻ ഹാപ്പിയാണ്. അല്ല, എനിക്ക് കാപ്പി വേണം. കാപ്പി വേണോ? കാപ്പി വേണം. ശശി, സാറിനൊരു കാപ്പി. സാറിനൊരു കാപ്പി. ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് കാപ്പി മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെന്താ? ഞാൻ ഡീൽ ചെയ്യാൻ അങ്ങോട്ട് മാറിയില്ല സാറേ. ബിരിയാണി ആയാലോ? ഓക്കെ, ബിരിയാണി ആവട്ടെ. ബിരിയാണി. അതെ അതെ. അതെ, ചിക്കൻ ബിരിയാണി വേണോ ബീഫ് ബിരിയാണി വേണോ? ചിക്കൻ മതി. ചിക്കൻ. ചിക്കൻ. അതെ അതെ. ഈ ചിക്കന്റെ ഈ വലിയ പീസ് 2 അതിനകത്ത് ഇടുന്നുണ്ട്. 2 പീസ് ഇട്ടോ, കുഴപ്പമില്ല. കുഴപ്പമില്ല. മുട്ട ആവാലോ? മുട്ട വേണം. അച്ചാർ ആവശ്യത്തിന് മതി കേട്ടോ. സലാഡ് കുറച്ചെടുത്തു. എല്ലാം എടുക്കാം. അതൊക്കെ എടുത്തു. എല്ലാം എടുക്കാം. പിന്നെ ഒന്നിനും ഒരു കുറവ് വരരുത്. അതെ അതെ. എന്നാ ഇവിടെ ബിരിയാണി ഇല്ല, ഒരു വാഴക്കയില്ല. ആരാണോ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യണോ താൻ? ആരും ഇൻസൾട്ട് ചെയ്ത്? പിന്നെ താൻ എന്താ പറഞ്ഞ എന്നെ വിളിച്ചു? നീ എന്തൊരു മോശമാണ് സംസാരിച്ചത്. സംസാരിച്ച് സാറിനോട് ഇത്രയും സാധനം വേണമെന്ന് ചോദിച്ചിട്ട് വാഴക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് നിങ്ങളെ ATM. ഞങ്ങളുണ്ട്, കാർഡ് ഇടും, പേരടിക്കാൻ പറയും, പേരടിക്കും, പാസ്വേഡ് അടിക്കാൻ പറയും, പാസ്വേഡ് അടിക്കും, എത്ര രൂപ വേണമെന്ന് നോക്കും, നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ പറയും ഈ ATM-ൽ പൈസ ഇല്ല, ഇങ്ങോട്ട് തരുന്നതിന് അങ്ങോട്ട് തിരിച്ചൊരു പണി തന്നെന്ന് വിചാരിച്ചാ മതി. ഞാൻ അവിടെ സംസാരിക്കുന്നത്, നിങ്ങളല്ലേ ഈ പ്രസിന്റെ മുതലാളി? ഞാൻ നിങ്ങളടുത്താണ് സംസാരിക്കാനുള്ളത് കേട്ടാ. തന്റെ ഈ പ്രസ് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. ജപ്തി ചെയ്യാനോ? അതെ. അയ്യോ, അങ്ങനെയൊന്നും പറയലണ്ണ. അങ്ങനെ പറയലണ്ണ. പണനായ അങ്ങനെ പറയലണ്ണ. എന്താ പറയലേ? സഹായിക്കും. ഇതുപോലെ ഒരുപാട് പേരെ ഒന്ന് കാല് പിടിച്ചിട്ടുള്ളതാണ്. എന്റെ ജീവിത മാർഗമാണ്. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയായി പോകും. പിന്നെ കാല് പിടിക്കാൻ പറയാണ്. ഒരുപാട് കാല് പിടിച്ചിട്ടുള്ള എന്നെ. അണ്ണാ, ഇതെന്റെ അപ്പൂപ്പന്റെ മണ്ണാണ. നിങ്ങൾ അപ്പൂപ്പന്റെ മണ്ണെണ്ണയാണെങ്കിൽ സ്റ്റൗവിലിട്ട് കത്തിയിരി. അപ്പൂപ്പന്റെ മണ്ണെണ്ണയെന്നല്ല പറഞ്ഞത്, അപ്പൂപ്പന്റെ മണ്ണാണ് ഇത്. അതുകൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബാങ്ക് ജനങ്ങളെ വിശ്വസിക്കുന്നു, ജനങ്ങൾ നമ്മളെ ബാങ്കിനെ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. 2 രൂപയുടെ പേന വരെ ചരടി കെട്ടി ഇട്ടേക്കുന്ന നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയല്ലേ? അതെ, നിങ്ങൾ എന്റെ ബാങ്കിൽ വന്ന് പൈസ വാങ്ങിയായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രസ് പുതുക്കി പണിയെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ ആദ്യത്തെ കെടു നിങ്ങൾക്ക് തന്നായിരുന്നു. അതിന്റെ ലഡു ബാങ്കിൽ തന്നായിരുന്നു. അത് ഞാൻ തിന്നായിരുന്നു. രണ്ടാമത്തെ കെടു നിങ്ങൾക്ക് തന്നായിരുന്നു. അതിന്റെ ലഡുവും ബാങ്കിൽ തന്നായിരുന്നു. അത് ഞങ്ങൾ തിന്നായിരുന്നു. നിങ്ങൾ ഈ ലഡു മാത്രമേ ബാങ്കിൽ കൊണ്ട് തരുന്നുള്ളൂ, ആ പൈസ കൊണ്ട് തരുന്നില്ല കേട്ടാ. ഇത് ഞാൻ ജപ്തി ചെയ്യും. ജപ്തി ചെയ്യാൻ അങ്ങ് ഉറപ്പിച്ച് തീരുമാനിച്ചോ? ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് തന്നെ പറയുന്നത്. അതെങ്ങനെ പോകാൻ ശരിയാകും? ഇവിടെ നിയമം കോടതിയെ കൊണ്ടുവന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കയറി ഒന്ന് ജപ്തി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് തരണ്ടേ? മുന്നറിയിപ്പ് തരണ്ടേ നിങ്ങൾ? മുന്നറിയിപ്പ്? നിങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയച്ചായിരുന്നോ മിസ്റ്റർ? ആര് ജപ്തി നോട്ടീസ് അയച്ചു? ഇവിടെ ആരും ജപ്തി നോട്ടീസ് അയച്ചിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് വന്നായിരുന്നോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് അയച്ചായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോട്ടീസ് ഇവിടെ വന്നായിരുന്നില്ലേ? വന്നായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോട്ടീസ് ഇവിടെ വന്നായിരുന്നു. വന്നായിരുന്നു. അതെനിക്കുള്ള ജപ്തി നോട്ടീസ് ആയിരുന്നു. അതെ അതെ. എന്റെ പൊന്നടാവേ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്. ഒരൊറ്റ ഓട്ടത്തിന് ബാങ്കിൽ പോയി ഒരു 20,000 രൂപ ഇങ്ങനെ എടുത്തോണ്ട് പോവാ. അല്ല, എന്റെ ബാങ്കിൽ ഇപ്പൊ 20,000 രൂപ നിങ്ങൾക്ക് എന്തിനു കൊണ്ട് തരണം? എന്തിനാ കൊണ്ട് തരുന്നോ? നിങ്ങൾ എനിക്കൊരു ജപ്തി നോട്ടീസ് അയച്ചില്ലേ? അതിന്റെ ഒരു 10,000 കോപ്പി ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുക. അത് ഞാൻ എടുത്ത് തിന്നണോ? വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. അങ്ങനെ തെക്കേക്കരക്കാർ കിഡിൽ ഒരു സ്കിറ്റൊക്കെ ഇറക്കി. ആ ജാട നോക്കിയേ, നോബിച്ചേട്ടന്റെ നെഞ്ചിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ജാട. അത് ജാടയല്ല, ഗ്യാസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോറി, ഞാൻ അറിയാണ്ട് ചിരിച്ചു. നിങ്ങൾ ബാലേന്ദ്രമേനോൻ സാറിനെ ഇങ്ങനെ പിടിച്ച ഗ്യാസ് കയറിയിട്ടാണ്? അതങ്ങനെയല്ല, ഇങ്ങനെ ബാലേന്ദ്രമേനോൻ സാർ ഇങ്ങനെയാണോ? ഞാൻ ഒറ്റ അല്ല, ഈ സൈഡിൽ നോക്കുമ്പോഴേ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞ പൊട്ടും. എനിക്ക് ശരിക്കും പറഞ്ഞ ഇവിടുന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ. അല്ലല്ല, ബാലേന്ദ്രൻ സാറിന് എന്താ അറിയാമോ, പണ്ട് പുള്ളിയുടെ ഒരു സ്വർണ്ണമാല കഴുത്തിലിട്ട് കളഞ്ഞു പോയിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പോ ഇല്ല. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഇടയ്ക്ക് പുള്ളി ഇടയ്ക്ക് തപ്പി നോക്കുന്നതാണ്. അതവിടെ ഉണ്ടാകുന്നത്.
ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് തമിഴ്നാട്ടിലൊന്നും ഒരു അമ്മച്ചി ചളി ഓപ്പൺസ് ആൻഡ് ക്ലോസസ്. മുദ്ര കുത്തി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? മറ്റേ ഇങ്ങനെ റെഡിൽ ഇങ്ങനെ മുദ്ര വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇറക്കുവാന്നോ ആരെങ്കിലും? പെർഫോമൻസ് കഴിഞ്ഞല്ലോ. ഈ വടക്കേക്കര പെർഫോമൻസ് ഇറക്കണമല്ലോ. എന്നാലും ഉണ്ടോ? ഉണ്ട്. കാര്യം നമ്മളിവിടെ സ്കിറ്റുകൾ എല്ലാരും ഞെട്ടിക്കാറുണ്ട്. എല്ലാം ഞെട്ടിക്കുന്ന പരിപാടിയാണ്. അതിന്റെ കൂട്ടത്തിൽ അതുപോലെ സ്പെഷ്യൽ പെർഫോമൻസുകളുണ്ട്. നമ്മളെയൊക്കെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ടുണ്ടില്ലേ? ഇത്തവണ സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നിങ്ങൾ ഇറക്കുന്നതിന്റെ കണക്ഷൻ. അത് തമിഴ്നാടിനെ പോലും നിറപ്പിച്ച ജഗ്ലിംഗ് ഒരു ജഗ്ലറാണ്. ജഗ്ലറിന്റെ പേര് നമ്മളെ പ്രശാന്ത് അണ്ണൈ. അയ്യോ, സൂപ്പർ സൂപ്പർ. അടിപൊളി. അയ്യോ, നോക്കിയോ. ട്രിക്ക് 4 എണ്ണം 5 4 സൂപ്പർ സൂപ്പർ. അടിപൊളി. ചേച്ചി നെയിൽസ് പാടില്ല. കുഴപ്പമില്ല. അതാ പ്രിയ സുഹൃത്തുക്കളെ, നോബിച്ചേട്ടൻ ബാലൻസ് സ്വന്തമായിട്ട് ബാലൻസ് ഇല്ലെങ്കിലും ഒരു ബോൾ ബാലൻസ് ചെയ്യാൻ നോക്കുകയാണ്. അയ്യോ, ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട നോബിച്ചേട്ടാ. അയ്യോ, ഇതിന്റെ കൂടെ എന്റെ കൃഷ്ണമണി കിടന്ന് കറങ്ങും. കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, ജസ്റ്റ് നേരെ നോക്കിയാ മതി. അഖിലേ കണ്ണടച്ചോ. ഒന്നും ചെയ്യണ്ട, ഒന്ന് വെറുതെ ഇരുന്നാ മതി. അതാ അടുത്ത സാധനം. ക്രിക്കറ്റ് കളിച്ച കമ്പ് ഇതിങ്ങനെ വരും, ഫ്രണ്ട് വരും. ഇത് അന്തരീക്ഷത്തിൽ നിൽക്കും. സൂപ്പർ സൂപ്പർ. നൈസ് നൈസ്. കൊല്ലാൻ വന്നു. ഒരെണ്ണത്തില് അടിപൊളി അടിപൊളി. യെസ്, നെക്സ്റ്റ് പെർഫോമൻസ് ദാ ഒരു പെട്ടിയും കൊണ്ട് വരുന്നുണ്ട് ജോൺ മോനായി. അതില്ലേ എന്താണ് സംഭവം? ഓ, ഡാൻസ്, റോബോട്ടിക് ഡാൻസ്. ഓ നോക്കി. പൈസ എടുക്കുവായിരുന്നു. എന്താ അത്? ഗ്ലാസ് പ്രാവ്.
ട്രാവൽ രാവിലെ പെട്ടിയിൽ അടക്കി കൊണ്ടുവന്നോ? കൂളിംഗ് ഗ്ലാസ്. ഓഹോ മോനായി. ഓ വാവ് ശരിന എന്റെ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഉണ്ട്. ബാലൻസിങ് ദാറ്റ് യാ. എന്റെ അമ്മോ. അങ്ങനെ അയ്യോ ഓ നൈസ് ഏയ്, സൂപ്പർ. വാവ് എന്റെ പൊന്നെ അത് കേട്ടോ ഇങ്ങനെ ആ ഗ്രാഫിക്സ് ചെയ്ത് കളിക്കില്ല. ഹായ് അയ്യോ ക്യൂട്ട് ക്യൂട്ട് ഓ അത് പൊളി കേട്ടോ. അടിപൊളിയാട്ടോ, അടിപൊളി അടിപൊളി സൂപ്പർ. സൂപ്പർ. ഓ ആഹാ വെയിറ്റ് ഇല്ലേ ഇത്? വെയിറ്റ് ഉണ്ട് ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന്. ആ, ഓ അയ്യോ. കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ ഓടും പോലെ ഓടും. മറ്റേ മഴയത്തുള്ള ഡ്രോപ്ലെറ്റ്സ് പോലെ. ആ ഏയ്, ഛേ, ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ, ഓ സൂപ്പർ. ഓ യാ 6. ആഹാ അത് ആഹാ അതിനകത്ത് ലൈറ്റ് ഉണ്ട്. ഇല്ല 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 ഇല്ലില്ലില്ല. ഒന്നും ഇല്ല. അടിപൊളി. ഓ ഓ ഓഹോ ആഹാ അവതാർ. നൈസ്. നീരാളിയുടെ കൈയൊക്കെ പോലെ. എന്താ സംഭവം? ബൂമറാങ്. ഓ
ഡാൻസറും കൂടെയാണ്. பேலன்சிங் எப்படி இருக்கு? ഇപ്പൊ സൗണ്ട് ഇത് കേൾക്കുമ്പോ മതി. ഒരു ബാലൻസും ഇല്ലാത്തൊരു പെണ്ണാണ്. അത് ഞാൻ കണ്ടു. നിങ്ങളുടെ അണ്ണൻ അവിടെ നിന്ന് കിങ്ങരാക്കിക്കൊണ്ടിരിക്കുന്നു. உங்களோட ഈ ആക്ട് ரொம்ப அழகா இருக்கு, சூப்பரா இருக்கு, ஃபண்டாஸ்டிக்கா இருக்கு. ഞങ്ങൾ എല്ലാം அப்படி மாதிரி ആയി. எப்படி மாதிரி? വാവ്. യാ വാവ് மாதிரி ആയിച്ച്. ഓക്കേ, കിടിലം. കുറെ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. യൂഷ്വലി ജഗ്ലിംഗില് ബോൾ எல்லாருக்கும் தெரியும், பாட்டில்ஸ் எல்லாருக்கும் தெரியும். ஆனா உங்க எல்லாத்திலும் ஒரு എന്താ സ്റ്റോറി ഇരുന്നേ, ഒരു ഡാൻസ് உங்களுக்கு ഡാൻസ് தெரியும். പിന്നെ നമ്മൾ യൂഷ്വലി പറയാം നമ്മുടെ ഓഡിയൻസ് നമ്മൾ എങ്ങനെയാണ് അത് പിടിച്ചിരുത്തുക, അത് നിങ്ങൾക്കറിയാം. இந்த ட்ரெஸ் இல்லை, உங்க மூஞ்சியும் உங்க ட்ரெஸ்ல எல்லா மூஞ்சியும் எல்லாமே சேம் தான். அதுதான் ரொம்ப கன்ஃபியூஷன் இருந்தேன். ஸ்பெஷலி அதெல்லாமே அப்போ அந்த ட்ரெஸ் கோடும் ரொம்ப பிரமாதமான இருந்தேன். எல்லாமே யூனோ சூப்பரா இருந்தேன். അണ്ണേ അത് പന്ത് ഇല്ല, ഞാൻ പറയാം. അണ്ണ അമ്മ, അപ്പൊ താഴെ എന്താ? തായ് അമ്മ എല്ലാം. അപ്പൊ അണ്ണനുക്ക് നിങ്ങ എന്നെ ചൊല്ലുവേ? അണ്ണനിക്ക് അണ്ണേ ഇല്ലേ അണ്ണ? അണ്ണ അണ്ണ നീങ്ക ഈ ദിங்களுக்கு മലയാളത്തിൽ പറയണോ? മലയാളത്തിൽ പറഞ്ഞോ? ഞാൻ തമിഴിലെ പേസുവേ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് திங்கனே உங்கள் பண்றபோது எஸ் இப்படி பண்றபோது எனக்கு கொஞ்சம் பைத்தியம் இருக்கு. ഈ മൈഗ്രെയിൻ അവൾക്ക് அந்த பொம்பளைக்கு பைத்தியம் இருக்கு. அவரை 3 മാസം ചങ്ങലയിലിട്ടിരുന്നു. ഇത്രയും ബോളുകള്, ഇത്രയും 6 ബോൾ ഞാൻ ചെയ്യുന്ന ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. എനിക്ക് ഒരു ചെറിയ ടെൻഷൻ ആയിരുന്നു. ആരും എന്താണ് പുള്ളി ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് വെച്ചു, അപ്പൊ ഇതും കൂടെ വെച്ചു. ഇതിനകത്ത് ഞാൻ ഇത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. എനിക്ക് 2 ബോൾ ചെയ്തു. സാധാരണ ഇവന് 7:30 സെറ്റ് കൈ വിറക്കണതാണ്. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. കേരള എനിക്ക് நிறைய கொடுத்திருக்கு. 2 பால் தானே சார், பரவாயில்ல. സൂപ്പർ സൂപ്പർ. நிறைய ஷோஸ். ഊരൊക്കെ வேலூர் சார், வேலூர். വേലൂർ 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 മദ്രാസിലാണ്. ஸ்டே பண்றது சென்னை, நேட்டிவ் வேலூர். ബാലൻസിംഗ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും ഇതാ നമ്മുടെ സ്നേഹം ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് പ്രശാന്ത് ഏട്ടന് ലഭിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇനിയും കാണണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടിച്ചു പറ്റി മക്കളെ. 35 എനിക്ക് 36 അടിച്ചപ്പോ തന്നെ എന്റെ തലവേദന എടുക്കണോ? നീ ജനിച്ച അന്ന് തുടങ്ങിയാണ് എന്റെ തലവേദന. എടാ ഇങ്ങനെ നിൽക്കുന്ന അടുത്ത ഓടടിച്ച് പൊട്ടീര്, ഓടടിച്ച് പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ല. നീ പഠിച്ചാ നന്നാവൂല. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ നിന്നെ ഞാൻ ഗിന്നസ് ബുക്ക് കയറാൻ വേണ്ടി ഓരോന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണത്. എന്നെ കൊണ്ട് സാധിക്കൂലോ. ഈ അടുത്ത കാലത്ത് ഒരു 50 ഓടടിച്ച് പൊട്ടിച്ചാണ് ഗിന്നസ് ബുക്കിൽ കയറിയത്. നീ 51 ഓടടിച്ച് പൊട്ടിച്ച് ഗിന്നസ് ബുക്കിൽ കയറണം. ഞാൻ അടിച്ചു പൊട്ടിച്ചേരാം. ഇല്ല ഇവിടെ 38. അമ്മ ഒന്നും പറയല്ലേ. ഈ തവണയെങ്കിലും ഗിന്നസ് ബുക്ക് ഈ വീട്ടിൽ ആ സൈഡിൽ കൊണ്ട് ഞാൻ വെക്കും. ഇല്ലെങ്കിൽ അച്ഛന്റെ പേര് എനിക്ക് കിട്ടും. കോഴി തങ്കപ്പനെന്നാ? വന്നേ പറയട്ടെ.
ഈ ഇടയ്ക്ക് ഒരു ചെറുക്ക് 50 ഓട് അടിച്ച് പഠിച്ച് ഗിന്നസുക്കി കയറി. നിന്റെ മോ ശ്രീജിത്ത് 51 ഓട് അടിച്ച് പഠിച്ച ഇവനാണ് അടുത്ത ഗിന്നസുക്കി കയറാൻ പോണത്. ഈ കാണുന്ന ഓട് മുഴുവൻ തല്ലിപ്പൊടിച്ച നേരത്തെ 51ാമത്തെ ഓടെടുത്ത് ഇവന്റെ തലക്കെട്ടിടിച്ചാ പോരായിരുന്നാ? ഈ പേർത്തരക്കിന്റെ കാര്യമില്ല. ഗിന്നസുക്കി അത് വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എടി എന്റെ കൈവൻ എന്റെ മോനെ കിട്ടിക്കണം അറിയാവോ? നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് ഈ എന്ത് പറയുന്നത്? കൈവിട്ടതാ മക്കളെ നിനക്ക് അറിയാമോ? ഈ ഏരിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴേ റെക്കോർഡ് ഇട്ടത് ഞാനല്ലേ ആദ്യമായിട്ട്. അച്ഛൻ റെക്കോർഡ് അമ്മ അച്ഛനുണ്ടായിരുന്ന റെക്കോർഡ്. പിന്നെ ഈ നാട്ടിൽ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡറിൽ പാട്ടിട്ട് സൈക്കിൾ യജ്ഞം നടത്തിയത് നിന്റെ അച്ഛനാണ്. അങ്ങനെ ആ പാട്ട് ഡെയിലി കേട്ട് നാട്ടുകാർക്ക് തലക്ക് ഓടോ തല്ലി ഇങ്ങനെ ആംപ്ലിഫയർ തല്ലി പൊടിച്ച് എന്റെ തലയെ കൊണ്ടത് കെട്ടിവെക്കുകയും ചെയ്ത്. അപ്പൊ അച്ഛൻ ആംപ്ലിഫയർ നാട്ടുകാർ ചവിട്ടി പൊട്ടി മക്കൾ അവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. മക്കൾ അവൻ തളരരുത്. ഇവിടെ 38. എനിക്ക് സാധിക്കാത്തത് എന്റെ മോ സാധിക്കണം. 39. പൊട്ടിയതങ്ങോട്ട് 30. മാമ ചേട്ടൻ ഇങ്ങനെ അടിച്ചു കൊല്ലല്ലേ? കൊല്ലട്രി എനിക്ക് സാധിക്കാത്തത് എന്റെ അളിയന് സാധിക്കുന്നു. കൊല്ലണം അവനെ. അമ്മ മറ്റേ വർത്താനം പറയണ ഒരുമാതിരി. നീ നോക്കേ എന്റെ മോടെ വിരൽ എന്താ നോക്കി. കുഴിനോക്കോ മാമ. 18ാമത്തെ വയസ്സിൽ നീ അവളെ കയ്യെ മോതിരം വിട്ടതാ. അവക്കിപ്പോ 24 വയസ്സായി. ഇതുവരെ നീ അവളെ കല്യാണം കഴിച്ചില്ല. ശ്രീജിത്തെ നിന്റെ തീരുമാനം എനിക്കറിയണം. നിനക്ക് അവളെ വേണോ വേണ്ടയോ? നീ അവിടെ പ്രസംഗം തീരട്ടെ. നീ ഞാൻ ഒരു കാര്യം പറയാം. എടി നീ കൂടെ നടന്നു പോകാൻ നേരത്ത് ശ്രീത്തിന്റെ ഭാര്യമാണ് അതാണോ നല്ലത്? ഓക്കെയാണ്. ഗിന്നസ് ശ്രീത്തിന്റെ ഭാര്യമാണ് അതാണോ നിനക്ക് ഇഷ്ടം? ഗിന്നസ് ശ്രീജിത്തിന്റെ ഭാര്യ പോണെന്ന് പറയുന്നത്. ഗിന്നസ് കയറിയ ശേഷം മാത്രമേ ഞാൻ കല്യാണം ആദ്യം അമ്മ പറഞ്ഞു. അമ്മ ചേട്ടൻ പറഞ്ഞതുപോലെ ഗിന്നസിൽ പേര് വന്നിട്ട് മതി ഞങ്ങളുടെ കല്യാണം. നീ പൊട്ടങ്കുണപ്പന്റെ വാക്കും കേട്ട് തുള്ളിയാ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കെട്ടാച്ചിറക്കായിട്ട് നിൽക്കും. ഉള്ള നേരത്തെ നീ അവനെ കല്യാണം കഴിച്ച് നല്ലോണം ജീവിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഗിന്നസിന് കയറാതെ ഇവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അച്ഛാ എങ്ങനെയെങ്കിലും ചേട്ടനെ ഗിന്നസിലൊന്ന് കേറ്റച്ചാ. നിനക്ക് വേണ്ടി എന്റെ മോക്ക് വേണ്ടി ഇന്നവരെ അച്ഛൻ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. അവന് ഗിന്നസിനുള്ള ആരെ പരിചയമുണ്ട്? കെ.എസ്. പ്രസാദിനെ. നീ അവിടെ ചെന്നിട്ട് ശേഷാദ്രിയെ കണ്ടു കണ്ണടയൊക്കെ വെച്ചൊരു മധ്യവയസ്കൻ. ഏത് ഗിന്നസ്? ഗിന്നസ് ട്രൂപ്പ്. ഇത് ഒരുമാതിരി മാമ എന്നെ കളിയാക്കാണേ. എന്റെ മോനെ കളിയാക്കില്ല. വർഷങ്ങളായിട്ട് അവൻ ഗിന്നസ് ഒക്കെ കയറാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് പ്രാക്ടീസ്? എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ആലിയ? കഴിഞ്ഞ മാസം ഇവിടെ പറഞ്ഞു രക്തപ്പുഴയായിരുന്നു. 1001 തേങ്ങ 3 ദിവസം കൊണ്ടാണ് ഞാൻ കടിച്ച് പറിച്ചത്. 1001 തേങ്ങ ഇവ 3 ദിവസം കൊണ്ട് കടിച്ചു പതിച്ചു. 4ാം പൊക്കം ഗിന്നസുകാർ വന്നപ്പോ അവന്റെ അതേ പല്ലിന് വേദന എടുത്തിട്ട് ആ പല്ല് പറിച്ചു കഴിഞ്ഞ് അവന് തേങ്ങ പൊതിക്കാൻ പറ്റിയില്ല. അവര് ഗിന്നസ് തരാതെ പോയി. നിനക്ക് ഭാഗ്യക്കേടാടാ, ഭാഗ്യമില്ലടാ. ചേട്ടാ ഇവരെല്ലാം പറഞ്ഞിട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടന് ഭാഗ്യമില്ല ചേട്ടാ. ഭാഗ്യമില്ല. പറഞ്ഞോട്ടോ അമ്മ, എനിക്ക് ഭാഗ്യമില്ല നമ്മള് പറഞ്ഞത്. എടി ഭാഗ്യമുണ്ട്. താൻ ബാധി ദൈവം ബാധിത. അവന് ഭാഗ്യത്തെക്കാളുള്ളത് എന്നാന്നറിയോ? അവന് കഴിവാണ്. കഴിവുണ്ടെങ്കിൽ അവൻ ഏത് അത്യുന്നതങ്ങളെ പോലും എത്തിച്ചേരാം. പക്ഷേ നിനക്ക് ആ കഴിവില്ല. അതുകൊണ്ട് ദൈവത്തോർത്ത് എന്റെ മോളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കടാ ശ്രീജിത്തെ. എന്റെ അളി അവന് കഴിവില്ലെന്ന് പറയരുത്. അങ്ങനെ എന്നെ പറഞ്ഞ എന്റെ മോനെ കൊച്ചാക്കരുത്. എന്റെ കഴിവാണ് അവന് കിട്ടിയിരിക്കണത്. എന്ത് കഴിവ്? ഈ നാട്ടിൽ വന്നപ്പോ മാമൻ എന്തൊക്കെ അത്ഭുത പ്രകടനം കാണിച്ചോണ്ടെന്ന് അറിയാവോ? പണ്ട് മാമൻ തലയിൽ ചായ ഇട്ട് കുടിക്കുമായിരുന്നു. അയ്യോ ആണോ മമ്മി? നിനക്കെന്താടി വട്ടാണ് പെങ്കൊച്ചെ? തലേന്നത്തെ ചായ ചൂടാക്കി കുടിക്കുകയും ചെയ്യും, പട്ടിക്കൊച്ച ബിസ്ക്കറ്റ് എടുത്ത് കട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കൊരു വിലയില്ല. അതാണ് എന്റെ അടിച്ചു പൊട്ടി അങ്ങോട്ട് താങ്കളേണ്ട നിരുത്സപ്പെടുത്താൻ പലരും വരും. മോൻ നോക്കട്ടെ 42, 43, 46. അയ്യോ ബ്രീത്ത് എടുത്തോട്ടെ. അയ്യോ അമ്മ പറഞ്ഞ കറക്റ്റ് ആണ്. അച്ഛന്റെ ഈ കിഴങ്ങ് ഐഡിയ ഒന്നും ഇവിടെ പോകൂല. ഒരു കാര്യം ചെയ്യാം. ചൈനയില് പണ്ടൊരാള് ഇത്ര 10,000 ബർഗർ ഇന്ന് റിപ്പോർട്ട് ഇട്ട് 10,001 ബർഗർ ഞാൻ തിന്ന റെക്കോർഡ്. അത് ഓക്കെയാണ്. 10,001 ബർഗർ തിന്നു കഴിഞ്ഞാൽ ഇവ ഓക്കെയാണ്. ഗിന്നസ് കയറും. അളിയൻ അവനേക്കാളും കിഴങ്ങനായി പോയല്ലോ. കയറുപടിയാ. ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ തന്നെ സിറ്റി പോയി ഒരു 10,000 ബർഗർ വാങ്ങിച്ചോണ്ടിരാം. ഒരു ബർഗറിന്റെ വില എത്രയെന്നറിയോ? എത്ര? 350 രൂപ. 10,000 ബർഗറിന് 35 ലക്ഷം രൂപ. അവിടെ ചെയ്യാൻ തന്നെ 35 ലക്ഷം രൂപ. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേറെ കാശ്. ഇതൊക്കെ എവിടുന്ന് എടുത്ത് കൊലകൾ കൊടുക്കാൻ? മക്കളെ ശ്രീത്ത് ബർഗർ വേണം. മക്കളെ ബർഗർ വേണം. ബർഗർ നമുക്ക് ബർഗർ വിട്ട് വെട്ടേക്ക് പിടിച്ചാലാ. അതാകുമ്പോ 1.5 ഉള്ളു വെട്ടേക്ക്. അതെങ്ങനെയുണ്ട്? അച്ഛാ അന്നും വേൾഡ് ഫേമസ് കേക്കല്ല അച്ഛാ. എനിക്ക് ബർഗർ മതി. എടാ ശ്രീജിത്തെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ഓക്കോട്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ എനിക്ക് സാധിക്കുമോ? മാമ എന്താന്ന് പറഞ്ഞ? ഒരു കുഞ്ഞിക്കാലി കാണാൻ സാധിക്കുമോ എന്ന ഗുഡ് ഐഡിയ. മാമൻ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ ഓർമ്മ വന്നത്. മക്കളെ പണ്ട് ഏതോ ഒരു സ്ഥലത്ത്, സ്ഥലം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 13 പെൺകുട്ടികളെ ഒരുമിച്ച് ഒരാൾ ഒരേ ടൈമിൽ ഗർഭിണിയാക്കി. ഈജിപ്തിൽ തന്നെ ഒരേ ടൈമിൽ അങ്ങ് ഗർഭിണിയാക്കി.
ആ സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും മാമ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 13 പേരെ ഗർഭിണിയാക്കിയിട്ടാണോടാ നീ എന്റെ കൊച്ചിനെ കല്യാണം കഴിക്കാൻ പോണത്? മാമ എന്തോ മാമ മാമ മനസ്സിലായില്ലേ? ഇല്ല. കാലം മാറിയില്ലേ? ഗർഭിണിയാക്കാൻ പോകുന്ന പെൺകുട്ടികളെ നമ്മൾ നേരത്തെ ഒന്ന് കാണണമെന്നില്ല. നേരിട്ട് കാണാതെ എങ്ങനെയാണ് ആ കുട്ടികൾ ഉണ്ടാകുന്നത്? അവൻ ദശരഥം സിനിമ കണ്ടിട്ടുണ്ടോ? ദശരഥൻ സിനിമ ഞാനും അളിയനൂടെ കോട്ടയം അഭിലാഷിൽ പോയി കണ്ട പടം. അതെങ്ങനെയാ ഗർഭം ഉണ്ടാക്കുന്നത്? അതില് മറ്റേ മോഹൻലാൽ യൂട്യൂബിലൂടെ ഗൂഗിൾ മാപ്പ്. അതല്ല ആപ്പിൾ സ്റ്റോർ. ആപ്പിൾ സ്റ്റോർ അല്ല, ടെസ്റ്റ് ട്യൂബ്. അപ്പൊ ഈ 13 പെൺകുട്ടികളെ നമ്മൾ നേരത്തെ ഒന്ന് കാണണമെന്നില്ല. കാണണ്ട. പുള്ളിക്കാരൻ 13 പേരെ ഗർഭിണിയാക്കിയെങ്കിൽ ഞാൻ 14 പേരെ ഒരേ ടൈമിങ്ങിൽ ഗർഭിണിയാക്കിയാൽ കയറാം. ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും എന്റെ മോളും ഇതിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. സമ്മതിക്കത്തില്ല. മാമ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് മാമ സമ്മതിക്കാം. സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ വഴക്കുണ്ടാക്കുന്നത്? ഇങ്ങോട്ട് ഞാൻ പറയാം. നിന്റെ മോൻ 14 വരെ ഒരുമിച്ച് ഗർഭിണിയാക്കാൻ പോവുകയാണ്. അയ്യോ! എടാ താമസിയാതെ ഈ തന്തയുടെ വാക്കിട്ട് നാട് മുഴുവൻ പെണ്ണും കെട്ടി മക്കളുണ്ട്. ഇതിനൊക്കെ ആര് ചെലവിനോട് കൂടെ? എടി മുൻകൈ കേട്ട് ഇടിക്കല്ലേ? അവര് വലിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേ. ഓ ഇങ്ങനത്തെ ഒരു പുടുങ്ങിയ തന്ത. എടി മോളെ നീ ഇങ്ങ വന്നേ. നീ ഇതെല്ലാം അറിയണുണ്ട്. ഇങ്ങ വാ. എന്താ അമ്മേ? എടി ഇവൻ നാട് മുഴുവൻ പെണ്ണും കെട്ടി മക്കളെ കേട്ട് പൊറുക്കാമണം. നിന്റെ ജീവിതം പോയടി. ചേട്ടാ എന്തോന്നായിട്ടാ? നീ തള്ള പറയാനും കേട്ടോ ചാടി കളിക്കാൻ നിൽക്കല്ലേ? നമ്മൾ ഒരേ വൈബായിട്ട് നീ ആദ്യം പറയണമെന്ന് കേള്. എനിക്ക് സന്തോഷം പറ്റുള്ള കാര്യമാണ്. ഗിന്നസ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് എന്റെ ഒരു ആയുധം, ഒരു വജ്രായുധം ഞാൻ ഇറക്കാൻ പോണ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കും എന്ന് കേട്ടോണേ. എന്താ പറയേ? 14 പേരെ ഒരേ ടൈമിങ്ങിന് ഞാൻ ഗർഭിണിയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായിരിക്കും എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്താ? നല്ല അഭിപ്രായം. 14 പേരാണ് ഒരേ സമയത്താണ് ഗർഭിണിയാക്കാൻ ശ്രമിച്ചാൽ എന്റെ അഭിപ്രായം പിന്നെ അടിപൊളി. എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ട്? താങ്കളുടെ മോള് പറഞ്ഞേട്ടാ. എടി നിനക്കൊരു ബോധമില്ല. ഇവരെന്തൊക്കെ കിടന്ന് പറയണെന്ന് വല്ല വിവരമുണ്ടോ? എന്റെ പൊന്നമ്മ ചേട്ടൻ എന്താ പറഞ്ഞത്? 14 പെൺകുട്ടികളെ ഒരുമിച്ച് ഗർഭിണിയാക്കാൻ ട്രൈ ചെയ്യാൻ പോണെന്നല്ലേ? 6 വർഷമായി ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്നെ കെട്ടി ഒരു കൊച്ചുണ്ടാക്കാൻ കഴിയാത്ത ഇങ്ങേരാണ് ഇനി 14 പെണ്ണുങ്ങളെ ട്രൈ ചെയ്യാൻ പോണത്. മക്കളെ നീ പറഞ്ഞതാണ് കറക്റ്റ്. ഇത്രയും വർഷം ഇവരെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇതുവരെയും ഒരെണ്ണം നേരെ ചൊവ്വം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ദൗത്യം ഈ കോഴിത്തങ്കപ്പൻ ഏറ്റെടുത്തിരിക്കുന്നു. 14 പെണ്ണുങ്ങളെ ഒരുമിച്ച് ഗർഭിണിയാക്കി ഈ കോഴിത്തങ്കപ്പൻ ഗിന്നസ് ബുക്കിൽ പേരെടുക്കാൻ പോകുന്നു. ആ റെക്കോർഡ് കൊണ്ട് ഈ കോഴിത്തങ്കപ്പൻ മലക്കൂ. അതിനു മുമ്പേ നിങ്ങളെ ഞാൻ മലക്കും. അതെങ്ങനെ? 16 അല്ല അച്ഛാ, 49. ഓരന്റെ എന്തോല്ലടാ എന്റെ 16 നേരെ ചൊവ്വ നടത്തിക്കോടെ അളിയോ. ഞാൻ ഈ താളവുമായിട്ട് വീണ്ടും വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നുള്ള അറിയാലോ? കാലം കൈമാറാൻ ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിന് വലിയൊരു കൈയടി. സത്യം ഭയങ്കര എൻജോയ് ചെയ്തു. ഞാനല്ലേ ശ്വേതാജി ഇവിടെ ഉള്ളത്? എന്നാ ചെയ്യാനല്ലടാ? അല്ലടാ കണ്ടന്റാ പറയുന്നത്. അത് ഞാൻ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? അല്ലടാ നമ്മൾ അവിടെ ഇരിക്കുമ്പല്ലേ കണ്ടന്റ് ഇവിടെ വരുന്നത്. ഞാനിവിടെ ഉള്ളോണ്ടല്ലേ? ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടേക്ക്. അതെ. പക്ഷെ ഇന്നത്തെ ഏറ്റവും സർപ്രൈസ് ഉണ്ടായത് നമ്മളുടെ സ്റ്റാർട്ടിങ്, നമ്മളുടെ ജേർണലിസം റിപ്പോർട്ടിംഗ്. ഇന്നത്തെ എപ്പിസോഡില് ചളി ഉണ്ടായിരുന്നില്ല. എന്റെ ദൈവങ്ങളെ, സീരിയസ്ലി നോ ചളി, ഓൺലി കൗണ്ടേഴ്സ്. Are you sure? സീരിയസ്ലി ചളി വേണ്ട ഇന്ന്. ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് ആകെ ഒറ്റ അവാർഡേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഇസ് മികച്ച കൗണ്ടർ. പക്ഷെ അത് ഈ പ്രാവശ്യം ഷെയർ ചെയ്യാൻ പോവാണ്. ഷെയറിംഗ് ആണോ? അതെ, ഷെയറിംഗ് ഇസ് കെയറിംഗ് എന്നാണ്. അപ്പൊ അത്ര നല്ല കൗണ്ടർ ആയിരിക്കും. ചേച്ചി ആരാണെങ്കിലും നോബിച്ചേട്ടനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കഴുത്തിറങ്ങി ചത്തു. അല്ലല്ല, എന്റെ ബലമായ സംശയം ശ്രീവിദ്യ ഇന്ന് ചെളി പറയാത്തത് ഈ ഡ്രസ് ആരാ കൊടുത്തു? ദൈവത്തെ ഓർത്ത് ഞാൻ മാറ്റുന്ന ഡ്രസ് മണ്ടത്തരങ്ങൾ പറയില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്റെ വില കളയരുതേ എന്ന് കൊള്ളാവൂര് പറഞ്ഞു. അതാദ്യമായിട്ടാണ്. നമുക്ക് ആദ്യം കാണണോ സീൻ? കാണണം. ശരി, നമുക്ക് വീഡിയോ കാണിക്കാം. തെക്കേക്കരക്കാര് കിട്ടിലൊരു സ്കിറ്റൊക്കെ ഇറക്കിയിട്ട് ആ ജാട നോക്കിയ നോബിച്ചേട്ടന്റെ നെഞ്ചിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ജാട. അത് ജാടയല്ല, ഗ്യാസ് കയറി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ബാലേന്ദ്ര മേനോൻ സാറിനെ ഇങ്ങനെ പിടിച്ച ഗ്യാസ് കയറിയിട്ടാണ്? അത് അങ്ങനെയല്ല, ഇങ്ങനെ ബാലേന്ദ്ര മേനോൻ സാർ ഇങ്ങനെയാണോ വെച്ചാൽ? ഞാൻ ഒറ്റ പറഞ്ഞു. അല്ല, ഈ സൈഡിൽ നോക്കുമ്പോഴേ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞ പൊട്ടും. അതെ. ഫിലിപ്പിക് സ്റ്റാർ അതും നോബിച്ചേട്ടനിട്ടാണ് നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. പൊളിച്ചു. ചേച്ചി ഒരു ചെവി ചേച്ചി അത് തലേ അതാ കടന്നു വരികയാണ്.
പേർ കടന്നു വരികയാണ് ഐശ്വര്യ ഗ്ലാമറുമായി അതാ കടന്നു വരികയാണ്. ഒരു പല്ല് കടിക്കുന്ന ശബ്ദം കേൾക്കണ നോബിച്ചേട്ടനാണോ? ഒരിക്കലുമില്ല. താങ്ക് യു ചേച്ചി. കല്ല് കടിച്ചാലടി നിന്റെ കൂട്ടുകാരി അടുത്തുനിന്ന് ഉറങ്ങിയപ്പോ ചെറുതായിട്ട് കൂർക്കം വലി അവാർഡ് വാങ്ങിച്ചപ്പോഴും ഉറങ്ങി മാറ്റാം. എന്റെ സ്ലീപ്പിംഗ് സ്റ്റാർ എടുക്കട്ടെ. Why so serious? Comedy Masters Lini, full on fun. Bye bye.